അൽ ഖുബ്ബത്തു സർഖ, നീലക്കുബ്ബ എന്നാണ് വഫാഉൽ വഫായിൽ അദ്ദേഹം ഹെഡിങ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നീലക്കുബ്ബയാണ്. ആ തീപിടുത്തം ഉണ്ടായ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം അന്ന് കാണാൻ പോയ മനുഷ്യനാണ്. അന്നാണ് പിന്നെ ഖബർ കാണാൻ ചാൻസ് ഉണ്ടായത്. ഒന്നാകെ തീപിടുത്തമുണ്ടായി, ചുമരെല്ലാം കേടുപാടുകൾ സംഭവിച്ച് കംപ്ലീറ്റ് എല്ലാം അവിടെ തട്ടി നികത്തി പുതിയ നിർമ്മാണം ആരംഭിക്കുമ്പോൾ രാജാവ് അന്നത്തെ എല്ലാവരും വിളിച്ചുകൂട്ടി ഒരു മുഷാവറ നടത്തി. അന്ന് ഈ ഖബർ കാണാൻ അവസരം കിട്ടി. അന്ന് കണ്ട ആൾ കൂടിയാണ് ഈ കിതാബ് എഴുതിയ ആൾ. അദ്ദേഹം പറഞ്ഞു, ഞാനവിടെ ചെന്നു, ഉള്ളിൽ കയറി, പക്ഷേ ഫലം അറ ദിൽ ഖുബൂരി ശരീഫത്തി അസറ, ഞാനവിടെ ഖബറുകളുടെ ഒരു ശേഷിപ്പും കണ്ടില്ല, ഒരു അടയാളവും കാണുന്നില്ല, ഖബറിന്റെ ഒന്നും അവിടെ കാണുന്നില്ല. ഇല്ല അന്ന ഫീ മൗളി വസ്തിഹാ ഇർതിഫാഉൻ യസീർ, അവിടെ ചെന്നപ്പോൾ ഒരു അടയാളവുമില്ല, മധ്യഭാഗത്ത് അല്പം ഇങ്ങനെ ഉയർന്നു കാണുന്നുണ്ട്. തവഹമു അന്നഹു ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകളൊക്കെ വിചാരിച്ചു അത് നബിയുടെ ഖബറായിരിക്കും വിചാരിച്ചു. അത് ജഹ്ലം മിൻഹും, അവിടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് നബിയുടെ ഖബറാണെന്ന് വിചാരിച്ചത്. കാരണം നബിയുടെ ഖബർ അവിടെ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഹദീസ് പ്രകാരം ഒന്നിന് ഇപ്പുറത്താവാം അല്ലെങ്കിൽ അപ്പുറത്താകാം, ഈ ഭാഗത്ത് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് കണ്ട കാഴ്ചകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇത് ഏതായാലും നമുക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കാം. ഹാദാ വല്ലാഹു അഅലം.